നമ്മുടെ കർത്താവിൻ്റെ പഞ്ചക്ഷതങ്ങൾ വിശുദ്ധ കാതറിനിൽ കാണപ്പെട്ടു. കർത്താവ് കൊടുത്ത ഈ അനുഗ്രഹം അവളിൽ കഠിന വേദനയാണ് ഉളവാക്കിയത്. പന്ത്രണ്ട് വർഷക്കാലം എല്ലാ ആഴ്ചകളിലും കർത്താവിൻ്റെ തിരുമുറിവുകൾ സ്വശരീരത്തിൽ ഏറ്റുവാങ്ങിയവൾ ഫ്ലോറൻസിലെ റിച്ചി കുടുംബം. അവിടുത്തെ ഒരു പ്രഭു കുടുംബത്തിൽ ജനിച്ചവൾ അലക്സാണ്ട്രീന. ചെറുപ്രായത്തിൽ തന്നെ തൻ്റെ അമ്മയുടെ മരണം അവളെ വളരെയധികം വേദനിപ്പിച്ചു. എന്നാൽ അതീവ ഭക്തയായ അമ്മാമ്മയുടെ സംരക്ഷണത്തിൽ അതീവ ഭക്തയായി അലക്സാണ്ട്രീന വളരുന്ന സമയം, ആ സമയം അവളുടെ പിതാവ് അവളെ ഫ്ലോറൻസിൻ്റെ നഗരകവാടത്തിലുള്ള മോണ്ടിസിലിക് ബോർഡിംഗ് ചേർത്തു. അലക്സാണ്ട്രീനയെ സംബന്ധിച്ചിടത്തോളം നഗരത്തിൻ്റെ ആരവത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്ന ഈ സ്ഥലം ഒരു സ്വർഗസമാനം തന്നെയായിരുന്നു എന്ന് പറയാം. അവിടെയായിരുന്നു അവൾ ദൈവത്തെ ഗാഢമായി സ്നേഹിച്ചു. ഈശോയ്ക്ക് വേണ്ടി ബാല്യത്തിൽ തന്നെ അവൾ വിശുദ്ധമായൊരു ജീവിതമാണ് നയിച്ചത്. തന്നാലാവുന്ന സേവനങ്ങളൊക്കെ അവൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവളുടെ പിതാവ് അവളെ സ്വഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. എന്നാൽ സ്വന്തം ഭവനത്തിലെ സുഖലോലുപത, അവിടുത്തെ ആഡംബര ജീവിതം അലക്സാണ്ട്രിയയെ ഏറെ അലോസരപ്പെടുത്തിയെന്ന് പറയാം. അവളുടെ ചിന്തയ്ക്കും ഭാവനയ്ക്കും അപ്പുറമായിരുന്നു അവിടുത്തെ കാര്യങ്ങൾ. കുറച്ച് കഴിഞ്ഞ് അമ്മാവനായ ഫാദർ തിമോത്തി ഡി റിച്ചി ഡയറക്ടറായിട്ടുള്ള സന്യാസ ഭവനത്തിൽ ചേരുന്നതിനായിട്ട് അവൾ ആഗ്രഹിച്ചു. പിതാവിൻ്റെ അനുവാദത്തോടെ 14-ാം വയസ്സിൽ 1535 ഡൊമിനിക്കൻ സന്യാസാശ്രമത്തിൽ അലക്സാണ്ട്രിയ പ്രവേശിച്ചു. ദൈവം തന്നെ അനന്തമായ സ്നേഹത്താൽ അലക്സാണ്ട്രിയയെ തൻ്റെ മണവാട്ടിയായി സ്വീകരിച്ചു. സന്യാസവസ്ത്രം സ്വീകരിച്ച അലക്സാണ്ട്രിയ പിന്നീട് കാതറിൻ എന്ന നാമത്തിൽ അറിയപ്പെട്ടു. കഠിനമായ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയ കാലഘട്ടമായിരുന്നു അവളുടേത്. മാരകമായ രോഗങ്ങൾ, വിവരിക്കാനാവാത്ത വേദനകൾ മുതലായവ കാതറീനെ വേട്ടയാടി. രോഗസൗഖ്യത്തിനായി ഉപയോഗിച്ച മരുന്നുകളെല്ലാം വേദന വർദ്ധിപ്പിക്കാനേ ഉപകരിച്ചുള്ളൂ. എന്നാൽ ആ സഹനങ്ങളെല്ലാം അവൾ സന്തോഷത്തോടെ സഹിക്കുകയാണ് ചെയ്തത്. ഈശോയിലുള്ള സ്നേഹത്തിൽ കാതറീൻ ആഴപ്പെട്ടു. അതിലവൾ ആനന്ദം കണ്ടെത്തി. പരീക്ഷണ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ പീഡാസഹനത്തിൽ അവൾ ആനന്ദം കണ്ടെത്തിയതിനാൽ അത്ഭുത രോഗസൗഖ്യം വിശുദ്ധിക്ക് ലഭിച്ചിരുന്നു. അത്ഭുതകരമായി രോഗസൗഖ്യം ലഭിച്ചപ്പോൾ കഠിനമായ സന്യാസവ്രതങ്ങളിലൂടെ മുന്നേറാൻ കാതറീൻ ആഗ്രഹിച്ചു. പ്രാശ്ചിത്തവും പ്രാർത്ഥനയും അവൾ വർദ്ധിപ്പിച്ചു. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും അനുതാപപൂർണമായ ജീവിതത്തിലൂടെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് കാതറിൻ്റെ ജീവിതം മുന്നോട്ട് നീങ്ങി. നമ്മുടെ കർത്താവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ചുള്ള ധ്യാനമായിരുന്നു കാതറിൻ്റെ ഏക ആശ്വാസം. സദാസമയവും കർത്താവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ച് അവൾ ധ്യാനിച്ചു. കഴുത്തിൽ ഇരുമ്പ് ചങ്ങല ധരിച്ച് കഠിനമായ പ്രായശ്ചിത്തം ചെയ്തു കാതറീന്. അങ്ങനെ തൻ്റെ ശരീരത്തെ ഈശോയുടെ സഹനത്തോട് ചേർത്ത് വെച്ച് തൻ്റെ തന്നെ ശുദ്ധീകരണം അവൾ നടത്തി. ആഴ്ചയിൽ 2-3 ദിവസം മാത്രം അപ്പവും വെള്ളവും കഴിച്ചു. ഒരു ദിവസം ഒന്നും ഭക്ഷിക്കാതെ പൂർണ്ണമായി അവൾ ഉപവസിച്ചു. സ്വന്തം ശരീരത്തിൽ അവൾ ചമ്മട്ടി കൊണ്ട് അടിച്ചു. പ്രാശ്ചിത്ത അരൂപിയേക്കാൾ എളിമയും അനുസരണവും ശാന്തതയും കാതറിനിൽ മുന്നിട്ട് നിന്നിരുന്നു എന്ന് പറയാം. കർത്താവിൻ്റെ പീഡാസഹനങ്ങളെക്കുറിച്ച് നിരന്തരം ധ്യാനിച്ചിരുന്ന നമ്മുടെ വിശുദ്ധ 12 വർഷത്തോളം എല്ലാ ആഴ്ചകളിലും കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെക്കുറിച്ച് ധ്യാനിച്ച് പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. അപ്പോഴൊക്കെ നമ്മുടെ കർത്താവിൻ്റെ പഞ്ചക്ഷതങ്ങൾ വിശുദ്ധ കാതറിനിൽ കാണപ്പെട്ടു. കർത്താവ് കൊടുത്ത ഈ അനുഗ്രഹം അവളിൽ കഠിന വേദനയാണ് ഉളവാക്കിയത്. ഈ വേദനകൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയാണ് വിശുദ്ധ കാഴ്ചവെച്ചത്. നാട്ടുകാരിൽ ആരെങ്കിലും മരിച്ചാലും അവരൊക്കെ നമ്മുടെ വിശുദ്ധിയോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിരുന്നു. ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ള ചില ആത്മാക്കൾ കാതറിന് പ്രത്യക്ഷപ്പെട്ടിട്ട് നന്ദി പറഞ്ഞിട്ടുള്ളതായി സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. കാതറിൻ്റെ വിശുദ്ധി ഗ്രഹിച്ച സഭാംഗങ്ങൾ ചെറുപ്പത്തിൽ തന്നെ അവളെ നോവിസ് മിസ്ട്രസ്സാക്കി. 25-ാം വയസ്സിൽ തന്നെ ആജീവനാന്ത മഠാധിപതിയായി അവളെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. രോഗികളെ ശുശ്രൂഷിക്കുന്നതും ദരിദ്രരെ സംരക്ഷിക്കുന്നതും വിശുദ്ധ കാതറിന് ഏറെ പ്രിയങ്കരം.
രോഗികളിൽ തൻ്റെ സ്വർഗീയ മണവാളനായ ക്രിസ്തുവിനെയാണ് അവൾ ദർശിച്ചത്. അവൾ മുട്ടിന്മേൽ നിന്ന് അവരെ ശുശ്രൂഷിച്ചിരുന്നത്. ദീർഘകാല രോഗങ്ങൾ നൽകിയ വേദനകൾ, 12 വർഷക്കാലത്തെ പഞ്ചക്ഷതങ്ങൾ, ഇവയെല്ലാം വളരെ സന്തോഷത്തോടെ ക്ഷമയോടെ ഏറ്റുവാങ്ങിയ വിശുദ്ധ കാതറീൻ 1589 ഫെബ്രുവരി 2 നിത്യസൗഭാഗ്യത്തിനായിട്ട് തൻ്റെ ദിവ്യ മണവാളൻ്റെ അടുക്കിലേക്ക് യാത്രയായി. ക്രിസ്തുവിൻ്റെ കുരിശിൽ ആശ്വാസം കണ്ടെത്തിയ വിശുദ്ധ കാതറീൻ 1746 14 ബെനഡിക്റ്റ് മാർപ്പാപ്പയാൽ വിശുദ്ധിയായി പ്രഖ്യാപിക്കപ്പെട്ടു. ഫ്രാൻസിലെ മൈനർ ബസിലിക്കയുടെ അൾത്താരയുടെ താഴെ വിശുദ്ധയുടെ അഴുകാത്ത ശരീരം സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പഞ്ചക്ഷതധാരിണിയും അതീന്ദ്രിയ ദർശനങ്ങൾ ലഭിച്ചിരുന്നവളുമായ റിച്ചിയിലെ വിശുദ്ധ കാതറി സഹനങ്ങളെല്ലാം വിശുദ്ധീകരണത്തിനുള്ള ഉപകരണങ്ങളാക്കിയവളായിരുന്നു. ലോക സുഖ സൗഭാഗ്യങ്ങളിൽ ആശ്വാസം കണ്ടെത്താതെ ഈശോയുടെ കുരിശിൽ ആശ്വാസം കണ്ടെത്താൻ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധയെപ്പോലെ സഹനങ്ങളെ വിശുദ്ധീകരണത്തിനുള്ള ഉപകരണങ്ങളാക്കി നമുക്ക് മാറ്റാം. അനുദിന ജീവിത കുരിശുകളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുവാൻ, അതുവഴി ജീവിത വിശുദ്ധി നേടാൻ വിശുദ്ധ കാതറിൻ ഡി റിച്ചി നമുക്കേവർക്കും മാതൃകയായി ഭവിക്കട്ടെ. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.